സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ തുടക്കം മെച്ചപ്പെട്ടതായില്ല എന്നുള്ളതായിരുന്നു. അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള വിഷയം കൊണ്ടുവന്നപ്പോൾ അതിൽ കോൺഗ്രസ് അല്പം ഒറ്റപ്പെട്ടു പോയ ഒരു കാഴ്ച, തന്ത്രപരമായ BJPയുടെ നീക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു. പക്ഷേ തൊട്ട് പിന്നാലെ നീറ്റ് വിഷയം രാഹുൽ ഗാന്ധി തന്നെ ഉയർത്തി. രാഹുൽ ഗാന്ധി സഭയെ ഒന്നാകെ ഉണർത്തി എന്നുള്ളതാണ് പുതിയ വിഷയം. രാഹുൽ കരുത്തനായി കണ്ടു ലോക്സഭയിൽ എന്നുള്ളതാണ് നമ്മുടെ പുതിയ വിഷയം. നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന നല്ലതോ അല്ലെങ്കിൽ ഒരാളുടെ കുറ്റങ്ങളോ മാത്രം പറയുകയല്ല നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെ സാഹചര്യങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തി മുന്നോട്ട് പോകാം എന്ന് കരുതുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തി ഈ ചർച്ചയിൽ പങ്കാളികളാകാനും താല്പര്യപ്പെടുകയാണ്. അപ്പോൾ നീറ്റ് വിഷയമാണ് രാജ്യസഭയിൽ ആദ്യമായി രാഹുൽ ഗാന്ധി ഉയർത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. രാജ്യത്താകെ വലിയ നീറ്റലായി നിൽക്കുന്ന വിഷയം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രതീക്ഷയോടെ പഠിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ചതിക്കപ്പെടുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടി അത് വലിയ പ്രക്ഷോഭത്തിലായിരുന്നു കോൺഗ്രസ്. ജന്തർ മന്ദറിൽ മാർച്ച് നടത്തുകയും യൂത്ത് കോൺഗ്രസിൻ്റെ കേരള സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ മർദ്ദനമേൽക്കുകയും ചെയ്തു. പുറത്തങ്ങനെ സമരം നടക്കുന്നു. ഉള്ളിൽ സഭയിൽ വലിയ ഊർജമായി രാഹുൽ ഗാന്ധി തന്നെ, അതായത് പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി, പഴയ രാഹുൽ ഗാന്ധിയല്ല, അതേ രാഹുൽ ഗാന്ധി തന്നെ ഇത്രത്തോളം ഗൗരവമേറിയ വിഷയം ഉന്നയിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. സഭയിൽ സ്പീക്കർ അത് അനുവദിച്ചില്ല. സർക്കാരിൻ്റെ സമ്മതം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയിൽ ഇത്തരം കാര്യങ്ങൾ ഉയർത്തു. നിങ്ങൾക്ക് ആവശ്യം പോലെ സമയമുണ്ട് എന്നൊക്കെയുള്ള സർക്കാർ വാദം, സ്വാഭാവികമായിട്ടുള്ള വാദം അവരുടെ ഭാഗത്ത് നിന്ന് ഉയർത്തി. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ സഭയിൽ ഒരു കരുത്തുള്ള കോൺഗ്രസിനെ, കരുത്തുള്ള ഇന്ത്യ മുന്നണിയെ ഈ വിഷയത്തിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഒരേ സ്വരത്തിൽ ഒരുമയോടെ സർക്കാരിനെ എതിർക്കാൻ പറ്റുന്നൊരു വിഷയം കോൺഗ്രസ് ഉയർത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. അതായത് മോഡി വിരുദ്ധത രാജ്യത്തുണ്ട്, മോഡി വിരുദ്ധരായ മനുഷ്യരുണ്ട്, വിവിധ വിഭാഗം ആളുകളുണ്ട്. അവരുടെ എല്ലാം ഒരു വോയിസായി ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. രാഹുൽ ഗാന്ധി നേരത്തെ ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധി എവിടെയൊക്കെയോ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു, ഇടയ്ക്ക് സമരം ചെയ്യുന്നു, പോകുന്നു, പിന്നെ എപ്പോഴോ തിരിച്ചു വരുന്നു. ഇതായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ അതിനൊരു വലിയ മാറ്റം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി ആദ്യം ഏറ്റെടുക്കുമോ എന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം പിൻവാങ്ങുന്നു എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ നിർബന്ധപൂർവ്വം അദ്ദേഹം തന്നെ ഏറ്റെടുക്കുന്നു. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ ചൂണ്ടിക്കാണിച്ചത്, നിങ്ങളിങ്ങനെ ഒഴിഞ്ഞു മാറിയാൽ ഒഴിഞ്ഞു മാറുന്ന ഒരാളായി ചരിത്രത്തിൽ ഇടം പിടിക്കും, അതുകൊണ്ട് നിങ്ങൾ മുന്നിൽ നിന്ന് നയിക്കണം, ഇതൊരു പ്രധാനപ്പെട്ട സമയമാണ് എന്ന നിർദ്ദേശം ആ നേതാക്കൾ വെച്ചപ്പോൾ അതനുസരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. അങ്ങനെ കരുത്തനായ രാഹുലിനെയാണ് ലോക്സഭയിൽ കാണുന്നത്, പുതിയ രാഹുൽ ഗാന്ധിയെ കാണുന്നത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. അതുതന്നെയാണ്, അതായത് ഇത്രയധികം ഇന്ത്യ മുന്നണി വിവിധ വിഷയങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പ്രാദേശിക കക്ഷികളാണ് പ്രധാന ശക്തികൾ. കോൺഗ്രസിന് 100-ലധികം സീറ്റുകളുണ്ട്. ഇതെല്ലാം നിൽക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് കരുത്തരായ BJP എന്ന് തന്നെ വിശേഷിപ്പിക്കണം. BJP തന്ത്രത്തിലൊട്ടും പിന്നിലല്ല. BJPയെ വില കുറച്ച് കാണിച്ച് തന്ത്രജ്ഞനായ അമിത്ഷായും രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരിയും ഒക്കെ ഉൾപ്പെടുന്ന നരേന്ദ്രമോദിയുടെ BJPയെ ഒട്ടും വില കുറച്ച് കാണാൻ കഴിയില്ല. പക്ഷെ ആ BJPയോട് ഫൈറ്റ് ചെയ്തു നിൽക്കുന്നു രാഹുൽ ഗാന്ധി, ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് നീറ്റ് വിഷയത്തിൽ കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധി സഭയിൽ എന്തെങ്കിലും വലിയ രീതിയിൽ സംസാരിച്ച് കയ്യടി നേടി എന്നുള്ളതല്ല. സഭയിൽ വലിയ ബഹളമുണ്ടാകുന്നു. സർക്കാരിന്, സ്പീക്കർക്ക് സഭ തുടരാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വരികയും സഭാ നടപടികൾ പിരിച്ചുവിടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ലോക്സഭയിൽ ഉണ്ടായത്. അങ്ങനൊരു ശക്തമായ പ്രതിഷേധമുണ്ടാക്കാൻ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിഞ്ഞു. അതിന് നേതൃത്വം നൽകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അങ്ങനെ രാഹുൽ കൂടുതൽ കരുത്താർജിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇനിയുള്ള ദിവസങ്ങളിലും അത്തരം കാഴ്ചകൾ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ശക്തമായ പ്രതിപക്ഷം രാജ്യത്തുണ്ടാകുന്നത് സർക്കാരുകളെ തിരുത്താനും, സർക്കാരുകളുടെ തെറ്റുകൾ തിരുത്താനും, തെറ്റുകൾ ചെയ്യാതിരിക്കാൻ സർക്കാരുകളെ ഓർമ്മിപ്പിക്കാനും ഫലത്തിൽ ഗുണമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ആത്യന്തികമായ ഗുണമുള്ളത്. പക്ഷേ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കോൺഗ്രസ് ഇനിയും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് തുടക്ക ദിവസം കണ്ടത്. അടിയന്തരാവസ്ഥ പോലൊരു ദിവസത്തിൻ്റെ 49-ാം വാർഷിക ദിവസം സഭ കൂടുമ്പോൾ അതേ ഈ നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള പ്രതിഷേധവുമായി കൊണ്ടുവരുമ്പോൾ ആ ആയുധം
പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്ത് തിരിച്ചടിക്കുന്നു BJP. അതാണ് സഭയിൽ ആദ്യ ദിവസം കണ്ടത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അവിടെ BJP സ്കോർ ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ മറ്റൊരു വിഷയം കൂടിയുള്ളത്, ഇപ്പോൾ അടിയന്തരാവസ്ഥ എന്ന വിഷയം സഭയിൽ ചർച്ച ചെയ്യണമെന്ന സഭയിൽ പ്രമേയം സ്പീക്കർ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. സ്പീക്കർക്കും രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. പക്ഷേ അതിനെ എതിർക്കാൻ കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം DMKയോ അങ്ങനെ ഓരോ പാർട്ടിയെ സംബന്ധിച്ച് CPMനോ ഇതിൻ്റെ എല്ലാം ആളുകൾ നേരത്തെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നവരാണ്, ജയിൽവാസം അനുഷ്ഠിച്ചവരാണ്. അങ്ങനെ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ഒറ്റപ്പെട്ട സ്ഥിതി ആ വിഷയത്തിൽ സ്പീക്കറുടെ പ്രമേയം അടക്കം വന്നപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ്. അവിടെ ആകെ പ്രതിഷേധിച്ചത് കോൺഗ്രസ് മാത്രമായിരുന്നു. അവിടെയാണ് പറഞ്ഞത്, ആയുധങ്ങൾ അങ്ങോട്ട് ഉപയോഗിക്കുമ്പോൾ BJPയോടാണ് കളിക്കുന്നത് എന്ന് തീർച്ചയായും തിരിച്ചറിയേണ്ടതുണ്ട്. അതേ ആയുധം വാങ്ങി തിരിച്ചടിച്ചു BJP. കേവലം സഭയിൽ മാത്രമല്ല, അതവർ കരുതിക്കൂട്ടി ചെയ്തതാണ്. വളരെ രാജ്യവ്യാപകമായി അവർ അതേ ദിവസം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത്, വളരെ മുന്നേ കൂട്ടി BJP പ്ലാൻ ചെയ്ത ആ വിഷയം ആ ദിവസം തന്നെ സഭ തുടങ്ങുന്നു എന്നുള്ളതാണ്. തൊട്ടിപ്പുറത്ത് കോൺഗ്രസ്സിന് അവിടെ ആരാകണം സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരമുണ്ടായാൽ പോലും ആരാകണം സ്ഥാനാർത്ഥി എന്നൊരു പ്ലാനിങ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതാണ് തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ അഭിഷേക് ബാനർജിയുടെ പ്രതിഷേധത്തെക്കുറിച്ചും ഇന്ത്യ മുന്നണിയിൽ ആദ്യ ദിവസം തന്നെയുള്ള ഭിന്നതയെക്കുറിച്ചും നമ്മളൊരു പ്രത്യേക വീഡിയോ ചെയ്തതാണ്. അവിടെ ഇന്ത്യ മുന്നണി പൊട്ടിപ്പൊളിഞ്ഞു പാളീസായി ആ വിഷയത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ തുടക്കത്തിൽ ഒരു അനൈക്യമുള്ള ഇന്ത്യ മുന്നണിയെ കണ്ടതിൽ നിന്ന് ഐക്യമുള്ള ഇന്ത്യ മുന്നണിയിലേക്ക് ഏറ്റവും ഒടുവിൽ എത്തി എന്നുള്ളതാണ് നീറ്റ് വിഷയത്തിൽ കണ്ട കാഴ്ച. അതുകൊണ്ട് തന്നെ വിവിധ സംസ്ഥാനങ്ങൾക്ക് വിവിധ താല്പര്യങ്ങളായിരിക്കും ഉണ്ടാവും. ഇപ്പോൾ ചെങ്കോലുമായി കൊണ്ടുവരുന്ന സമയത്ത് ചെങ്കോൽ കാര്യത്തിൽ തമിഴ്നാട്ടിലെ വിവിധ കക്ഷികൾക്ക് താല്പര്യമുണ്ടാകില്ല, ചെങ്കോലിനെ എതിർക്കാനുള്ള താല്പര്യം ചിലപ്പോൾ ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞത്, അത്തരം വിഷയങ്ങൾ കൊണ്ടുവരാൻ, സർക്കാരിനെതിരെ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ്സിന് സാധിച്ചാൽ ആ ജനകീയ പ്രശ്നങ്ങൾക്കൊപ്പം ഇന്ത്യ മുന്നണിയിലെ മറ്റ് നേതാക്കൾക്കും നിൽക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് നീറ്റ് വിഷയത്തിൽ കണ്ടത്. അങ്ങനെ ശക്തനായ കരുത്തനായ ഒരു നേതാവായി രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നരേന്ദ്രമോദിയോട് ഏറ്റുമുട്ടി നിൽക്കുന്ന ഒരു നേതാവായി മാറി എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. രാഹുൽ കൂടുതൽ വളരുകയാണ്. പ്രിയങ്ക കൂടി ലോക്സഭയിലേക്ക് എത്തുന്നതോടെ അത് കൂടുതൽ കരുത്തിലേക്ക് പോകും. പക്ഷേ നമ്മൾ എതിരാളികളെ, അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എതിരാളികൾ BJP ആണ്. അവരെ നിസ്സാരക്കാരായി കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവുമല്ല എന്നുകൂടി എടുത്ത് പറയുകയാണ്. എന്തായാലും ഗുജറാത്തിലെ ഒരു കമ്പനിക്ക് നീറ്റ് പരീക്ഷാ വിഷയം അതിൻ്റെ ഏജൻസി അതിൻ്റെ പരീക്ഷ നടത്തിപ്പ് കൊടുത്തതിലടക്കം അഴിമതി ആരോപണം അടക്കം ആദ്യമായി ഈ സർക്കാരിനെതിരെ, നരേന്ദ്രമോദി സർക്കാരിനെതിരെ പൊതുവെ പല വിഷയങ്ങളിലും റഫേൽ വിമാന ഇടപാടിലൊക്കെ ആരോപണങ്ങൾ കൊണ്ടുവരുന്നെങ്കിലും അതിലൊന്നും കാര്യമായൊരു തെളിവോ മുന്നോട്ട് പോകാനൊന്നും ആയില്ല. ഇതൊരു സർക്കാർ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഗുജറാത്തിലെ ഇത്തരം സ്ഥാപനത്തിനെതിരെ പരാമർശം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശക്തമായി മുന്നോട്ട് വരാൻ കഴിഞ്ഞു. സർക്കാരിന് ഒന്നുകൂടി പേടിക്കണം പുതിയ രാഹുൽ ഗാന്ധിയെ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നുകൂടി കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. നന്ദി.